79ാം സ്വാതന്ത്ര്യദിനം മൂവാറ്റുപുഴയിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. നമസ്കാരം. മൂവാറ്റുപുഴയിലെ ഇന്നത്തെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് ഡേറ്റ് ആരംഭിക്കുന്നു. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. 79ാം സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ച് മൂവാറ്റുപുഴ നഗരസഭ. നഗരസഭാ ചെയർമാൻ പി എൽദോസ് ദേശീയ പതാക ഉയർത്തി. പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് മാത്തിക്കുഴൽനാടൻ MLA. മൂവാറ്റുപുഴ കോടതി സമുച്ചയത്തിൽ 79ാമത് സ്വാതന്ത്ര്യദിനാചരണം. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് വർഗീസ് ദേശീയ പതാക ഉയർത്തി. ജഡ്ജി KN ഹരികുമാർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. 79ാമത് സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്ങൽ പതാക ഉയർത്തി സന്ദേശം നൽകി. സ്വാതന്ത്ര്യദിനാഘോഷം മൂവാറ്റുപുഴ മേളയിൽ പതാക ഉയർത്തി പ്രസിഡന്റ് PM ഏലിയാസ് പതാക ഉയർത്തി സന്ദേശം നൽകി. രാഷ്ട്രപിതാവിന്റെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും നടത്തി. മൂവാറ്റുപുഴയിലെ കർത്തം മന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് MLA ചർച്ച നടത്തി. അടിയന്തര പരിഹാരം നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗം സിഗ്നേച്ചർ ക്യാമ്പയിനുമായി കോൺഗ്രസ്. മാത്തിക്കുഴൽനാടൻ MLA ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. 79ാമത് സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളെ ആഘോഷിച്ച് മൂവാറ്റുപുഴ നഗരസഭ. നെഹ്റു പാർക്കിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിക്ക് മുന്നിൽ നഗരസഭാ ചെയർമാൻ പി എൽദോസ് ദേശീയ പതാക ഉയർത്തി. മൂവാറ്റുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ 79ാമത് സ്വാതന്ത്ര്യദിനാഘോഷം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. നെഹ്റു പാർക്കിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിക്ക് മുന്നിൽ നഗരസഭാ ചെയർമാൻ പി എൽദോസ് ദേശീയ പതാക ഉയർത്തി നഗരസഭ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം, ആ സാമ്രാജ്യത്തോട് പടവെട്ടിയാണ് ഇന്ത്യ രാജ്യത്തിന്റെ ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ സുദീർഘമായ സമരങ്ങളിലൂടെ, ധീരോദാത്തമായ പോരാട്ടങ്ങളിലൂടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന ആ ധീരദേശാഭിമാനികളെ നമുക്ക് സ്മരിക്കേണ്ടതായിട്ടുണ്ട്. 78 വർഷം മുമ്പ് ഈ രാജ്യത്ത് പട്ടിണിയും പരിവട്ടവും ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വഴിയില്ലാത്ത കോടാനുകോടി ജനങ്ങളുമായി ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ച് 78 വർഷം പിന്നിടുമ്പോൾ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യ രാജ്യത്തിന്റെ അഭിമാനം ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സംരക്ഷിച്ച് 78 വർഷക്കാലം ഭാരതീയരെ ഒന്നായി കണ്ട് ഒന്നിച്ച് ഒരു അമ്മ വെച്ച മക്കളെ പോലെ ഈ രാജ്യത്ത് കൊണ്ടുപോയ ആ ധീര ദേശാഭിമാനികൾക്ക് നേതൃത്വം കൊടുത്ത ആളുകളുമുണ്ട്. നഗരസഭ കൌൺസിലർമാർ, NCC, പോലീസ്, അഗ്നിശമന സേന, സ്കൌട്ട് ആൻഡ് ഗൈഡ്, കുടുംബശ്രീ പ്രവർത്തകർ, ആശാ വർക്കർമാർ, അംഗൻവാടി പ്രവർത്തകർ, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക നേതാക്കൾ, വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ തുടങ്ങിയവർ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ പങ്കെടുത്തു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് സ്വാതന്ത്ര്യദിന റാലി മാറ്റിവെക്കുകയായിരുന്നു. ടൗൺഹാൾ മൈതാനിയിൽ നടന്ന പൊതുസമ്മേളനം മാത്തിക്കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. ലോകം തന്നെ അത്ഭുതത്തോടുകൂടി നോക്കിക്കണ്ട സ്വാതന്ത്ര്യ സമര പോരാട്ടം അത് ഈ രാജ്യത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ വൈവിധ്യങ്ങളുള്ള ഒരു രാജ്യം ഇന്നും ഒറ്റക്കെട്ടായി ഒരു മനസ്സായി നിൽക്കുന്നത് ലോകം അത്ഭുതത്തോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, ഈ രാജ്യത്തിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇന്ത്യ എന്ന ആശയമാണ്. എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാശയമാണ് ഇന്ത്യ. എല്ലാവർക്കും സ്വാതന്ത്ര്യവും എല്ലാവർക്കും നിലനിൽക്കാൻ കഴിയുന്ന ഒരാശയമാണ് ഇന്ത്യ. എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാശയമാണ് ഇന്ത്യ.
റാലിയിൽ മികച്ച ദൃശ്യാവിഷ്കാരവും പ്രകടനവും കാഴ്ചവെച്ച സ്കൂളുകളെ ആദരിച്ചു. സർക്കാർ വിഭാഗത്തിൽ ഈസ്റ്റ് ഹൈസ്കൂളും സ്വകാര്യ വിഭാഗത്തിൽ വിവേകാനന്ദ സ്കൂളും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. പ്രതികൂലമായ കാലാവസ്ഥയിലും ഞങ്ങളോടൊപ്പം സ്വാതന്ത്ര്യദിനത്തോട് അനുബന്ധിച്ച് മൂവാറ്റുപുഴ നഗരസഭ സംഘടിപ്പിച്ചിരുന്ന വിവിധ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. നഗരസഭാ ചെയർമാൻ പി എൽദോസ് അധ്യക്ഷത വഹിച്ച പൊതുസമ്മേളനത്തിൽ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു, ഉപസമിതി അധ്യക്ഷന്മാരായ അജിമോൻ അബ്ദുൽ ഖാദർ, PM അബ്ദുൽ സലാം, മീര കൃഷ്ണൻ, നിസ അഷ്റഫ്, ജോസ് കുര്യാക്കോസ്, രാജശ്രീ രാജു, അമൽ ബാബു, ഫൗസിയ അലി, ജോളി മണൂർ തുടങ്ങിയ കൗൺസിലർമാർ പ്രസംഗിച്ചു. 79ാമത് സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ. വ്യാപാരി ഭവന് മുന്നിൽ നടത്തിയ ആഘോഷത്തിൽ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ പതാക ഉയർത്തി സന്ദേശം നൽകി. മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ 79ാമത് സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. മൂവാറ്റുപുഴ വ്യാപാര ഭവനു മുന്നിൽ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ പതാക ഉയർത്തി സന്ദേശം നൽകി. രാജ്യത്തിൻ്റെ 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷമാണ് ഇന്ന് നമ്മുടെ പതാക ഉയർത്തലിലൂടെ ഇന്ന് ലോകമൊട്ടാടുമുള്ള ഭാരതത്തിലെ ജനങ്ങൾ ഇന്ന് ആഘോഷിക്കുകയാണ് ഇന്ത്യയുടെ 79ാമത് സ്വാതന്ത്ര്യദിനം. ഈ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പലപ്പോഴും ആലോചിക്കേണ്ടത് ഇന്ന് ഇവിടെയുള്ള മുഴുവൻ ആളുകളും സമാധാനമായി ജീവിക്കുന്നത് 79 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഫലങ്ങൾ കൊണ്ടാണ്. കച്ചവടത്തിന് വന്ന ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന ബ്രിട്ടീഷ് കമ്പനി രാജ്യത്തിൻ്റെ തന്നെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലോട്ട് വന്നപ്പോഴാണെന്ന് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യദിന സമരം ഇവിടെ ഉണ്ടായത്. അതിൻ്റെ ഗുണഫലമായിട്ട് ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഇന്ന് എത്തിക്കേണ്ടത് പുതിയ തലമുറയിലോട്ടാണ്. എന്താണ് അവിടെ നടന്നതെന്നുള്ളത് ഇന്ന് എനിക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കുമുള്ള സ്വാതന്ത്ര്യം എന്താണെന്ന് അറിയാത്ത ഒരു ന്യൂജൻ തലമുറയുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണ്. ആ സ്വാതന്ത്ര്യം അന്ന് നേടുന്നത് അതെനിക്ക് മാത്രമല്ല എൻ്റെ സഹജീവികൾക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും ജാതിമതഭേദമന്യേ എല്ലാവർക്കും ഉള്ളതാണ്. അന്ന് 47 ലഭിച്ച സ്വാതന്ത്ര്യം എന്നുള്ള ഓർമ്മകൾ എപ്പോഴും ഓർമ്മപ്പെടുത്തേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഗോപകുമാർ, ട്രഷറർ KM ഷാംസുദ്ദീൻ, വൈസ് പ്രസിഡന്റ് PM അബ്ദുൽ സലാം, സെക്രട്ടറിമാരായ PU ഷാംസുദ്ദീൻ, ബോബി S നെല്ലിക്കൽ, കമ്മിറ്റി അംഗങ്ങൾ, വനിതാ വിംഗ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് മധുര വിതരണവും നടത്തി. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ കോടതി സമുച്ചയത്തിൽ 79ാമത് സ്വാതന്ത്ര്യദിനാചരണം നടത്തി. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് വർഗീസ് ദേശീയ പതാക ഉയർത്തി. മൂവാറ്റുപുഴ കോടതി സമുച്ചയത്തിൽ 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് വർഗീസ് ദേശീയ പതാക ഉയർത്തി. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा താലൂക്കിലെ എല്ലാ ജുഡീഷ്യൽ ഓഫീസർമാരോടൊപ്പം ദേശീയ പതാകയെ സല്യൂട്ട് ചെയ്തു. ജുഡീഷ്യൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജി KN ഹരികുമാർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. വാസ്കോഡഗാമ ഇന്ത്യയിൽ വന്നു, സമുദ്രമാർഗം വന്നു. അവരുടെ വരവിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ
റിസോഴ്സസ്, കാർഷിക ഉൽപ്പന്നങ്ങളും സുഗന്ധദ്രവ്യങ്ങളും ഒക്കെ വ്യാപാരം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് കൊണ്ടുപോവുക എന്നുള്ള ഉദ്ദേശമായിരുന്നു. അവർ സമുദ്രമാർഗം വന്നത് അവർ സമുദ്ര സെയിലേഴ്സാണ്, വ്യാപാരികളുമാണ്. അവർ ഇന്ത്യയിൽ വന്നിട്ട് ഈ അവരുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഉപരോധങ്ങളായിരുന്നു. അവരുടെ വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ വ്യാപാരം നടത്തുന്നതിന് വേണ്ടി അവർ പോർട്ടുകളെയാണ്, തുറമുഖങ്ങൾ അവർ നിയന്ത്രണത്തിലാക്കി, സമുദ്രപാതകളും അവർ നിയന്ത്രണത്തിലാക്കി. ഈ പല പോർട്ടുകളും, പ്രധാനപ്പെട്ട പോർട്ടുകളൊക്കെ അവരുടെ നിയന്ത്രണത്തിലാക്കി. അതിനുവേണ്ടി അവർ ആയുധങ്ങൾ ഉപയോഗിച്ചു. സമുദ്രപാതകൾ നിയന്ത്രണത്തിലാക്കി. ആ പാതകളിലൂടെയൊന്നും, ഈ പോർട്ടുകളിലൂടെയും നമ്മുടെ ഈ ഉൽപ്പന്നങ്ങൾ പുറത്തേക്ക് മറ്റാരും കൊണ്ടുപോകാതെ അവർ നിയന്ത്രിച്ചു. അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് സാബു ജോസ് ചാലിൽ, ശിരസ്താദാർ ജിമ്മി ജോസ്, അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ പ്രസിഡന്റ് റെജി പ്ലാച്ചേരി എന്നിവർ പ്രസംഗിച്ചു. ബാർ അസോസിയേഷൻ, കോർട്ട് സ്റ്റാഫ്, അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ അംഗങ്ങൾ എന്നിവർ ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷം മൂവാറ്റുപുഴ മേളയിൽ പതാക ഉയർത്തി. പ്രസിഡന്റ് PM ഏലിയാസ് പതാക ഉയർത്തി സന്ദേശം നൽകി. രാജ്യത്തിന്റെ 79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി മേള അങ്കണത്തിൽ പ്രസിഡന്റ് PM ഏലിയാസ് പതാക ഉയർത്തി. പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ, ദ്രാവിഡ, ഉത്കല, ഗംഗ, വിന്ധ്യ, ഹിമാചല, യമുന, ഗംഗ, ഉജ്ജല, ജലധി, തരംഗ, തവ ശുഭ നാമേ ജാഗേ, തവ ശുഭ ആശിഷ മാഗേ, गाहे तव जय गाथा, जन गण मंगल दायक जय हे भारत भाग्य विधाता, जय हे जय हे जय हे जय 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 हे. ബഹിരാകാശം, വാണിജ്യം, ശാസ്ത്രം, മാനവ വിഭവശേഷി തുടങ്ങിയ മേഖലകളിൽ രാജ്യം പുരോഗതി നേടി വികസന രാജ്യമെന്ന നിലയിലേക്ക് കുതിക്കുന്ന വേളയിൽ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള എല്ലാ നീക്കങ്ങളെയും തിരിച്ചറിഞ്ഞ് പരാജയപ്പെടുത്തേണ്ടതാണ് രാജ്യത്തെ ഓരോ പൗരന്റെയും ധർമ്മമെന്ന് സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പ്രസിഡന്റ് PM ഏലിയാസ് പറഞ്ഞു. ഒരു കാലഘട്ടത്തിലും നമ്മുടെ ചരിത്രം എടുത്തു നോക്കിയാൽ ലോക ചരിത്രത്തിൽ തന്നെ സഹന സമരത്തിലൂടെ സ്വാതന്ത്ര്യം നേടി 79 വർഷം പിന്നിട്ട അതിൻ്റെ ഭരണഘടനയ്ക്കോ അതിൻ്റെ സ്വത്വത്തിനോ യാതൊരു മാറ്റവുമില്ലാതെ ഇന്നും നിലനിൽക്കുന്ന ഒരു രാഷ്ട്രം എന്ന നിലയിൽ ഇന്ത്യയും ഇന്ത്യക്കാരും എന്നും അഭിമാനം കൊള്ളുന്നവരാണ്. ചടങ്ങിൽ പങ്കെടുത്തവർ രാഷ്ട്രപിതാവിന്റെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. മേള പ്രസിഡന്റ് മോഹൻദാസ് S സ്വാഗതം ആശംസിച്ചു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ, വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ സിഗ്നേച്ചർ ക്യാമ്പയിനുമായി കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി നടത്തിയ സിഗ്നേച്ചർ ക്യാമ്പയിൻ മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ സാമൂഹ്യ പ്രതിരോധവുമായി കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പദ്ധതിയുടെ ഭാഗമായി ഇന്ന് എല്ലാ മണ്ഡലങ്ങളിലും മനുഷ്യമതിൽ സംഘടിപ്പിക്കും. കോൺഗ്രസ് മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റി പദ്ധതിയുടെ ഭാഗമായി നടത്തിയ സിഗ്നേച്ചർ ക്യാമ്പയിൻ മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഈ വ്യാപകമാകുന്ന ലഹരിക്കെതിരായി ഒരു സിഗ്നേച്ചർ ക്യാമ്പയിൻ മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് മാറാടിയിൽ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ വ്യാപകമാകുന്ന ഈ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ജനങ്ങളെ അണിനിരത്തുക, ജനങ്ങളുടെ മനസാക്ഷിയെ ഉണർത്തുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. കാരണം ഇന്ന് നമുക്ക് ചുറ്റും ലഹരിയാണ്. ഒരുപക്ഷെ നമ്മൾ കാണുന്നുണ്ടോ, അറിയുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ എന്നതല്ല,
നമ്മൾ താമസിക്കുന്ന വീടിനും നമ്മൾ വ്യാപരിക്കുന്ന മേഖലയ്ക്കും നമ്മുടെ കുട്ടികൾ പോകുന്ന സ്കൂളിലും കോളേജിലുമൊക്കെ ചുറ്റും ലഹരിയുടെ സാന്നിധ്യം, ലഹരിയുടെ സ്വാധീനം വർദ്ധിച്ചു വരുമ്പോൾ അതിനെതിരെ നാടുണർന്ന് അതിനെ പ്രതിരോധിക്കേണ്ട ഒരു കാലഘട്ടമുണ്ട്. ലഹരിക്കെതിരെ പോരാട്ടത്തിൽ പൊതുസമൂഹത്തെ കൂടി അണിനിരത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസ് പദ്ധതി നടപ്പിലാക്കുന്നത്. ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ OP ബേബി, PP ജോളി, VG ഏലിയാസ്, എബി പൊങ്ങണത്തിൽ, എബി പോൾ, വിപിൻ കൊച്ചുകുടി, ഉമ്മർ മക്കാർ, ചിന്നമ്മ വർഗീസ്, സാജു കുന്നപ്പിള്ളി, ബിജു കുര്യാക്കോസ്, ജിഷ ജിജോ, രമ രാമകൃഷ്ണൻ, സിനിജ സനൽ, ജിബി മണ്ണത്തൂർക്കാരൻ, സുജ ഷൈജു തുടങ്ങിയവർ പ്രസംഗിച്ചു. മൂവാറ്റുപുഴയിലെ ഗർത്ത പ്രശ്നം മന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് MLA ചർച്ച നടത്തി. MC റോഡിൽ രൂപം കൊണ്ട ഗർത്തത്തിൽ അടിയന്തര നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസുമായി മാത്തിക്കുഴൽനാടൻ MLA ചർച്ച നടത്തി. KRFP തയ്യാറാക്കിയ റിപ്പോർട്ടും കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘം നടത്തിയ സ്ഥലങ്ങളുടെ വിലയിരുത്തലുകളും MLA മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. പ്രശ്നത്തിന് അടിയന്തര പരിഹാര നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി MLAക്ക് ഉറപ്പു നൽകി. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ആയവന മണപ്പുഴ കോട്ടക്കലിൽ EK വാസു 83 നിര്യാതനായി. സംസ്കാരം വെള്ളിയാഴ്ച 2-ന് വീട്ടുവളപ്പിൽ നടത്തി. ഭാര്യ ഓമന, മക്കൾ ബിജു, പരേതനായ ബിനു, ബിന്ദു, മരുമക്കൾ ജീജ, രമ്യ, പ്രകാശ്. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.